ഹലോ ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്റർ, എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരാണ്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ നമ്മുടെ പാതിരാ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല സ്കിറ്റ് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഉയർപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു കേട്ടോ. പാതിര കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ വട്ടയപ്പം ബീഫൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നോമ്പ് മുറിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് വട്ടയപ്പം ബീഫും. ഇക്കൊല്ലം കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് പൊറോട്ടയൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കറി, ബീഫ് കറി. ആ കോമ്പിനേഷൻ പൊറോട്ടയും ബീഫും കിട്ടിയില്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ നല്ല ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു, നല്ല ബെല്ലൊക്കെ ഇട്ടിട്ടുള്ള ചുക്ക് കാപ്പി. അങ്ങനെ പാപ്പിയും ഞാനും പള്ളിയിൽ വെച്ച് നോമ്പ് മുറിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നോമ്പ് മുറിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് നോമ്പ് മുറിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പള്ളിയിൽ നിന്ന് നോമ്പ് മുറിച്ചുകൊണ്ട് അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചടങ്ങ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പീസ് വട്ടയപ്പവും ബീഫും എടുത്തിട്ട് നമ്മൾ നോമ്പ് മുറിക്കുകയാണ് ചെയ്തത് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ, എൻ്റെ അമ്മ വീട്ടിലൊക്കെ നമ്മൾ കാലത്താണ് നോമ്പ് മുറിക്കുക. രാത്രി പള്ളിയിൽ നിന്ന് നമുക്ക് മുട്ട കിട്ടും. അത് കഴിഞ്ഞിട്ട് കാലത്താണ് നോമ്പ് മുറിക്കുക. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇവർ രാത്രി തന്നെ നോമ്പ് മുറിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ബീഫ് കറി വട്ടയപ്പമാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈസ്റ്റർ എങ്ങനെയായിരുന്നു? പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നുണ്ട്. പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെപ്പോലെ കുഞ്ഞു യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.